നമ്മൾ ഈ കാരിക്ക് എന്ന് പറയുന്ന കോച്ച് നമ്മൾ കൂടുതൽ കാണുന്നത് ഒരു കളിക്കാരൻ എന്ന നിലയിലാണ്. കാരണം അലക്സ് ഫെർഗ്യൂസന്റെ എന്താ പറയുക, ഒരു യുണൈറ്റഡ് ആരാധകരുടെ ഭാഷയിൽ പറഞ്ഞ മനോഹര കാലത്തെ ഒരാളായിരുന്നു ഈ കാരിക്ക് എന്ന് പറയുന്നത്. കാരിക്ക് എന്ന് പറയുന്ന ഒരു കളിക്കാരൻ എങ്ങനെയാണ് ഓർക്കുന്നത്? എങ്ങനെ അദ്ദേഹത്തിന്റെ സ്റ്റൈൽ ഓഫ് പ്ലേ ഒക്കെ എങ്ങനെ? കാരിക്കും ഫ്ലെച്ചറും ആയിരുന്നു ആ ടൈമിലെ സെൻട്രൽ മിഡ്ഫീൽഡിലെ മെയിൻ സ്റ്റേ. ഫ്ലെച്ചർ ഇതുപോലത്തെ ഒരു ഡിസ്ട്രോയർ ആയിരുന്നു. ബോളിൽ അത്ര ടെക്നിക്കലി ഗിഫ്റ്റഡ് അല്ലായിരുന്നെങ്കിലും ഡിഫൻസീവ് മിഡ്ഫീൽഡിൽ ഗ്യാപ്സ് ഫില്ല് ചെയ്യാനും ബോൾ എടുക്കാനും ഫ്ലെച്ചറായിരുന്നു മുന്നിൽ നിന്നത്. കാരിക്കാണ് കളി കൺട്രോൾ ചെയ്തിരുന്നത്. ടെമ്പോ സെറ്റ് ചെയ്തതും പിന്നെ ഇടക്കുള്ള ത്രൂ പാസുകളിലൂടെയും ലോങ് ഷോട്ടുകളിലൂടെയൊക്കെ കാരിക്കിൻ്റെ അതൊരു ഫുട്ബോൾ ബ്രെയിൻ ആയിരുന്നു എന്ന് തന്നെ പറയാം. ബാക്കിയുള്ളവരെ കളിക്കാൻ എനേബിൾ ചെയ്തത് കാരിക്കായിരുന്നു. റൂണി റൊണാൾഡോ ഒക്കെ വിങ്ങിൽ സ്റ്റാർ ആവുമ്പം കാരിക്കൊരു സൈലൻ്റ് എഞ്ചിനായിട്ട് വർക്ക് ചെയ്തിരുന്നു. ഒരു വാട്ടർ കാരിയർ എന്ന് പറയായിരുന്നെങ്കിലും കാരിക്ക് കുറച്ചും കൂടി ക്രിയേറ്റീവ് ആയിരുന്നു. വെറും ഒരു ഡിഫൻസീവ് മിഡ്ഫീൽഡർ മാത്രം ആയിരുന്നില്ല. അതുപോലെ അങ്ങനത്തെ സെൻട്രൽ മിഡ്ഫീൽഡേഴ്സ് ആണ് ഇപ്പം ഫുട്ബോൾ ലോകത്തെ മാനേജ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഭരിക്കുന്നത്. ഫാബ്രിഗാസ്, അർട്ടേറ്റ, സാവി. അപ്പോൾ സെൻട്രൽ മിഡ്ഫീൽഡേഴ്സിന് ഉള്ള ഗുണം എന്ന് പറഞ്ഞാൽ കളി മൊത്തത്തിൽ കാണും. അവർ ബിഹൈൻഡ് ദ ഗോളും ഫ്രണ്ട് ദ ഗോളും കാണും. ഫുൾ പിച്ചിൻ്റെ പിക്ചർ മൈൻഡിലുണ്ടാവും. ആ കളിക്കുന്ന ടൈമിൽ തന്നെ ഒരുപാട് ഐഡിയാസിലൂടെയും അവരുടെ കോച്ചിങ് വേറെ തന്നെയാണ്. അവർക്ക് എടുക്കേണ്ട ഇൻപുട്സുകളും അത് പ്രാവർത്തികമാക്കേണ്ടതും. അപ്പോൾ അതൊരു കോച്ച് എന്നുള്ള നിലയിൽ നല്ല അഡ്വാൻറ്റേജ് അവർക്ക്